ആടായിട്ട് ജനിച്ച മതിയായിരുന്നു, വെറുതെ തിന്നോണ്ട് നടക്കാലോ. അയ്യോ വേണ്ട, മുട്ടനാട് കണ്ട കുഴപ്പമില്ല. എന്താടോ ഒന്ന് നിന്നേ. എന്താ നീ ചാണാത്തി കൈ കുത്തി വീണു? പോവാസത്തെ ഇത് മൈലാഞ്ചിട്ടതാ. നിന്നെ ഞാൻ എവിടെല്ലാം നോക്കിയെന്ന് അറിയൂ. എന്തിനാ ടൗണിൽ പോണ്ട? എനിക്കൊന്നും വാങ്ങിക്കാനില്ല. ക്യൂട്ടസും കുങ്കുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിരിപ്പട്ടെ. പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടോ. പക്ഷെ ഞാനത് കുങ്കുമം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. കാശൊക്കെ പാളീസായിട്ടിരിക്കുക ലോറൻസേ. ഇനി 10ന്റെ പൈസ കിട്ടണമെങ്കിൽ അടുത്ത യുവജനോത്സവം വരണം. എന്താ ആട് കൊണ്ടുപോയതാ. അതെ, നീ എനിക്കൊരു സഹായം ചെയ്യൂ. എന്താ? നീ ദേഷ്യപ്പെടരുത്. നീ ആരും കാണാതെ ഈ കത്ത് സരളയ്ക്കൊന്ന് കൊടുക്കണം. അത് ശരി. അപ്പൊ ഞാൻ സംശയിച്ച ശരി തന്നെയാ. കൊറേ കാലമായി സരള കാണുമ്പോ ലോറൻസിന് ഒരു ചോര കൂടി. മനസ്സിലിപ്പോ ഇതായിരുന്നല്ലേ? ലോറൻസിന് അത്രയ്ക്ക് വിഷമാണെങ്കിൽ സരള കാണുമ്പോ നേരിട്ട് എന്നോട് പറഞ്ഞൂടെ? എന്ത് ബാമണി രാധേ, പ്രേമാണെങ്കിൽ പ്രേമോന്ന് പറഞ്ഞൂടെ ഈ മുക്രാൻസിക്ക്? അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അത് ശരി. അപ്പൊ ചാള കരച്ചട്ടിലായി. ഇനിയിപ്പോ വെന്താ മതി. ലവ് ലെറ്ററൊക്കെ ഞാൻ കൊടുക്കാം. പക്ഷെ അവളെ ചതിക്കൂലെന്ന് നീ എന്റെ തലത്തോട്ട് സത്യം ചെയ്യണം. ഞാൻ വഞ്ചിക്കും. നീ വഞ്ചിക്ക് പോവില്ലെന്നാ? എടാ, ചതിക്കില്ലെന്ന്. നീയാണ് സത്യം. ശരി, എന്റെ കൈ ഒഴിയൂല. ഈ എളിയിലേക്ക് വെച്ചോ. ഇവിടെ ആളത്ര വെടിപ്പല്ലല്ല. അവളെയൊന്നും വഞ്ചിച്ചക്കല്ലേ ദുഷ്ടാ. സരളയുടെ കാര്യം ഓർത്തിട്ടല്ല. എന്റെ തല പൊട്ടി തെറിച്ചു പോകും അവന്റെ ഒടുക്കത്തെ ഒരു സത്യപ്രതിജ്ഞ. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം ലോറൻസേ, സരളയുടെ വീട്ടിലെ ദഹനക്കേട് കൊണ്ട് പോലൊരു ഛർദി ഉണ്ടാവരുത്. ലോറൻസ് പോ. വല്ലവരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ലവാന്ന് വിചാരിക്കും. ലോറൻസ് പോ. അമ്മിണി മോൾട്ട് ചെയ്യാലേ നോടി. തെങ്ങും പറിച്ചോണ്ട് ഓടലട്ടമ്മണി. എന്നിട്ട് കുമാരേട്ടൻ എന്ത് ചെയ്തു? ഞാൻ അവനിട്ട് നല്ല പെട വിളിച്ചു. അതേതായാലും നന്നായി. ഓ യമഹയായിരുന്ന. ഞാൻ വിരിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോ വന്ന്. ഈശ്വര, ഇതെന്താ തടാകോ? ആരും കണ്ടില്ല. ഓ, അപ്പില് ചവിട്ടിയ പോലെയായി. പ്രിയ സഖി ഗംഗേ പയറു. പറയൂ. അല്ല കുമാരേട്ടാ, ഇവ ശരിക്കും ആണാണോ അതോ പെണ്ണാണ്? എനിക്കത് ചെറുപ്പകാലം മൂലേ തുടങ്ങിയ സംശയം. അല്ല, ആണാണെങ്കിൽ ഈ പ്രായം കുഴപ്പമാണേ. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാലോ? ഹേയ്, ഞാൻ ഇടപെട്ടാ ശരിയാകില്ല. അവൻ ചെന്ന് മാലിനോട് പറയും. പിന്നെ അവള് വേണം. നിങ്ങൾ ചെല്ലു. എങ്കി വാടാ, ഇപ്പുറത്തൂടെ പോയി അവൻ അവിടെ വെച്ച് പിടിക്കാം. വസോട്ടാ, വല്ല തുന്നുമ്പോ മീൻ ചാടിപ്പാൻ തൊള്ളയിടണേ. നീ പോടി അവിടെ. പോടി തന്റെ അപ്പനാ. കടലമ്മ? അതെ, കടലമ്മയാണ്. എനിക്കൊരു വള്ളം നിറയെ മീൻ തരുമോ? തരാലോ. എന്റെ മോനെ വള്ളം നിറയെ മീൻ തരാം. അയില വേണോ മത്തി വേണോ? രണ്ടും തരാം. ജീവനോടെ വേണോ ശവം വേണോ? ഇങ്ങോട്ട് വേണം മത്തിയുടെ മോനെ. അയ്യോ, വലയിടാതെ മീൻ കിട്ടില്ല. നീ പോയിട്ട് നാളെ വാ. അയ്യോ, കടലമ്മ ക്രിസ്ത്യാനിയാണോ? അതെ, ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ. പിന്നെ ഈ മത്സ്യകന്യക ഞാനാ. പാല് കണ്ടില്ലേ? കാവിലമ്മേ, കയ്യിന്ന് പോയ കേസാണല്ലോ. അപ്പൊ ഇത് കടലമ്മയുടെ കൊട്ടാരല്ലേ? കടലമ്മയുടെ കൊട്ടാരോ? ഇത് ഹെറോദോസിന്റെ കൊട്ടാരാ. ഉടനെ സലോമിയുടെ നൃത്തം തുടങ്ങും. യോഹന്നാന്റെ തല വെട്ടാൻ. കൂട്ടത്തിൽ നിന്റെ തലയും ഞാൻ വെട്ടും. എന്തിന്? അവൻ തലയിൽ പഞ്ഞി വെച്ച് ഇറങ്ങിയിരിക്കുക. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. അമ്മാമേ, അവിടെ എങ്ങനെ ഇറങ്ങിയിരുന്നേ? പേടിക്കണ്ട, ഇതെന്റെ വീടാ. അമ്മാമയ്ക്ക് പരിചയമില്ലാത്തോണ്ടാ. ഈശ്വര, ഇതെന്ത് പാദസരാ. അയ്യോ, ചങ്ങലക്കിട്ടിരിക്കുക. സങ്കടപ്പെട്ടിരിക്കണ ഫ്രെഡി എന്നെ വഴക്കുറയും. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷം അഭിനയിക്കുക. ഫ്രെഡി ആള് ഹൃദയമുള്ളവനാ. പക്ഷേ പെങ്ങളത്ര പോരാട്ടോ. റോസിയെ ഓ, ഇത് കാണുമ്പോ കുമാരൻ എന്നെ പങ്കായത്തിനടിച്ച് ഓർമ്മ പിന്നെയും വരിക. ഈ ചെമ്മയിലെ പെണ്ണുങ്ങളില്ലേ, എല്ലാത്തിനും മീശ ഉണ്ടല്ലോ. ചട്ടത്തും കിടന്ന് ബലം പിടിക്കുക വളഞ്ഞൂത്തി. ഇത് കിള്ളിയിട്ടും തീരല്ലേ ഈശ്വര. തന്നോടാരാ ഈ ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞത്? നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ
ആ കുടുംബത്തിന് വേണ്ടി ആവുന്ന സഹായമൊക്കെ ചെയ്യണ്ടേ? മുറ്റുമടിയും തുണിയലക്കും പാത്രം കഴുകലും ഒക്കെ ഇനി ഞാൻ ചെയ്തോളാം. ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും. ഇയാൾ ആണുങ്ങൾ ചെയ്യണ ജോലി മാത്രം ചെയ്താൽ മതി. ഞങ്ങളുടെ കരയിലെ ആണുങ്ങൾ ചെയ്യണത് ചീട്ടുകളെയും വെള്ളമൊടിക്കുക. അതൊന്നും ചെയ്യാൻ എന്നെ കിട്ടില്ല. വേറെ വല്ല ജോലി കിട്ടി പറ, ഞാൻ ചെയ്യാം. താനൊന്ന് പുറത്തേക്ക് വന്നേ. താൻ ഈ വിറകൊക്കെ ഒന്ന് കീറിട്ടെ. എന്റെ റോസി, ഇത്രയും ഭാരപ്പെട്ട പണിക്ക് ചെയ്ത് എന്റെ നടു തളർന്നു പോവും. അതെ, പറഞ്ഞത് അങ്ങ് കേട്ടാ മതി. ഇത്രേ ഉള്ളോ? ഒരു ലോഡ് കൂടി ഇറക്കായിരുന്നു. ഞാൻ വെറുതെ ഇരിക്കാണല്ലോ. അവിടെ ഇരിക്കു പറക്കേ. ശില്പ ഇതാടോ. തനിക്കെന്നോട് കണ്ണൂടെ? എനിക്ക് കണ്ണാണ്, പക്ഷെ വിറകിന് കണ്ണില്ലല്ലോ. റെഡി, അവനെ ഇന്ന് എന്റെ അവിടെ പറഞ്ഞു വിട്ടേക്കണം. ആ ലക്ഷണം കെട്ടവനെ കൊണ്ട് ഞാൻ തോറ്റു. ലക്ഷണം കെട്ടവൻ അവനോ? അവൻ നല്ല ഐശ്വര്യമുള്ളവനടി. നീ ശ്രദ്ധിച്ചോ? അവൻ ഈ കരയിൽ വന്നതിന് ശേഷം നമുക്ക് ഐശ്വര്യം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ കേസ് ജയിച്ചു, ഈ റെസ്റ്റോറന്റ് നമ്മുടെ സ്വന്തമായി. ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരെ ഇല്ലാത്ത പെയ്ത്ത. അവന്റെ കരയിൽ അവൻ ശാപാണെങ്കിൽ ഈ കരയിലെ പുണ്യമടി അവൻ പുണ്യം. എന്റെ കാവിലമ്മേ, ഈ വിശാലം എന്തേ കാണിക്കണേ? അയലക്കത്തെ സ്നേഹമൊന്നും കാണിക്കില്ലട്ടോ. ഒറ്റ പിച്ചു വെച്ചാൽ നൽകല്ലോ. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എന്റെ അത്തിനെ പറ്റുന്നുണ്ട്. മുകളിലേക്ക് മാങ്ങപറി, താഴേക്ക് ചെളികുത്ത്. മാങ്ങപറി ചെളികുത്ത്, മാങ്ങപറി ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവും. ദർശനം ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കുമ്പോൾ നിന്റെ കെട്ടിയം വരുമോ? ആ, എല്ലാവരും ചിരിച്ചു മതി. ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങപറി ചെളിക്കുത്ത്, പിന്നെ കടലില് വല വീശ്, പിന്നെ മത്തി വിൽപ്പന. ഹോയ് 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 ഹോയ്. ആ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? രാധേ. അത് ശരി, നീയാണ് ഇത്ര വലിയ ഹോയ് വിട്ടത്. മാലതി എപ്പുറത്തിരുന്ന് കരയാ. എന്ത് പറ്റിടി? അവൾ ഇപ്രാവശ്യം 10ാം ക്ലാസ് തോറ്റു. അയ്യോടാ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. നമുക്ക് നമസ്കാരം ചെയ്തിട്ട് പോയി മാലുവിന്റെ സങ്കടം മാറ്റാം. എന്റെ ഭൂമി ദേവി, വാടാ. മാലു, തോറ്റു എന്ന് പറഞ്ഞ് എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കണേ? സെപ്റ്റംബർ മാർച്ച് നീ കിടക്കല്ലേ? ആദ്യ കൂതി പെത്താൻ പഠിച്ചാ പോരെ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 10 പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ? ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ 10ൽ പാതി വെച്ച് പഠിത്തം നിർത്തിയില്ലല്ലോ. 10ഓ? നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ? അതല്ലേ പറഞ്ഞ 10ൽ പാതിന്ന്. കണക്കറിഞ്ഞൂടെ പിശാശിന്? ദേ സരസു, ഈ മാസത്തെ ഡാൻസിന്റെ ഫീസ് നീ നാളെ തന്നെ കൊടുന്നോളൂ കേട്ടോ. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കും. ഒന്ന് സങ്കടപ്പെടാതിരിക്കടോ. പോയത് പോട്ടെ എന്ന്. ഇത്തവണെങ്കിലും ഞാൻ ജയിക്കുമെന്ന് കരുതിയതാ. മാലുവിന്റെ അച്ഛൻ കവടി നിരത്തിയിട്ട് ഇപ്രാവശ്യം തോക്കൂന്ന് പറഞ്ഞല്ലേ? തുറലാശം പറഞ്ഞതാ. അത് ഇന്നവര് തെറ്റിയുണ്ടോ? മകളായിട്ട് അച്ഛന്റെ പേര് ചീത്തയാക്കിയില്ലല്ലോ. അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാനൊക്കെ നിലയിലായത്. ഏത് നിലയില്? എടി, ഞാൻ രാവിലെ വാങ്ങി തന്ന ഐസ്പ്രോട്ട് നിന്റെ തൊണ്ടേന്ന് ഇറങ്ങിയോ? ഇല്ലെങ്കിൽ ഒരു കോരിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി. അല്ല മാലു, തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ തല്ലുമറ്റോ ചെയ്തോ? തല്ലൊന്നുമില്ല, പക്ഷെ ഇനി പഠിക്കണ്ടെന്ന് പറഞ്ഞു. അതാ എനിക്ക് സങ്കടമായ. അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? ഇനി വേഗം കല്യാണം കഴിച്ച നിനക്ക് തുറയുന്നു പോകാലോ. നല്ല മസ്സിലുള്ള ചക്കന്റെ കൂടെ. എന്താ നീ എന്നോട് മിണ്ടാനും കൂടാനും വരണ്ട. മാലു, അമ്മാമേ, എങ്ങനെയുണ്ട്? ഇതെന്നെക്കാ ചേരുന്നത് നിനക്കാ. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്ത് ഡ്രസ് ഇട്ടാലും ചേരും. അമ്മയുടെ ബ്ലൗസും മാലുവിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്നറിയോ എനിക്ക്. എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും. ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് നോക്ക. പേനിരിക്കുന്ന മോത്താണോ? നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതല് എനിക്കിന്റെ മുത്തശ്ശിന് ഓർമ്മ വരിക. എവിടെ തലയിൽ പേരിന് പോലും ഒരു ഇരില്ല. അമ്മാമ്മയുടെ തലയ്ക്ക് ചൂടായതുകൊണ്ട് പേനൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഈശ്വരാ, ദേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം. ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങുക. ഇവിടെ പാടാ. പേൻ കാണണമെങ്കിൽ എൻ്റെ അമ്മയുടെ തലയില് മുടിയൊന്ന് മാറ്റിയ മതി. പേനിന്റെ ചാകരയാ, ചാകര. ആ ചാകര ഞങ്ങളുടെ കടലിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു. നിന്റെ മാലുവിനെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു? ഇഷ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടായിരുന്നു.
പക്ഷേ ഞാൻ ശാപമാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് തീർത്ത് പറഞ്ഞില്ല. ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കാന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു. അതാ എനിക്ക് സങ്കടായത്. ആദത്തിന് പർദീസ നഷ്ടപ്പെടാൻ കാരണമായതും ഹവ്വ തന്നെയാ. മാലുവിന്റെ കാര്യം പറയുമ്പോ അതിന്റെ ഇടയിലേക്ക് എന്തിനാ വെറുതെ ഹവ്വയെ വലിച്ചടക്കണത്? ഓ, നീ വേറെ ജാതിയാണല്ലോ. ഞങ്ങളുടെ ഹവ്വനെ നിനക്ക് പിടിക്കില്ലല്ലോ. അമ്മമ്മ അങ്ങനെ പറയരുത്. എല്ലാ മതങ്ങളും ഒന്നാ, എല്ലാ ദൈവങ്ങളും ഒന്നാ. ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു, ക്രിസ്തുവിൽ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ, കൃഷ്ണനിൽ ക്രിയുണ്ട്. പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ മുക്രിയിൽ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ കാളിനെന്ന പാമ്പിന്റെ നിറകന്തലിൽ ചവിട്ടി. നിങ്ങളുടെ ഗീവർസുമനാലും പാമ്പിന്റെ വായിൽ കോലിട്ട് കൊത്തി. കുന്തം എന്ത് തേങ്ങാപ്പൂരാണെങ്കിലും കുത്തോണ്ട് പാമ്പിനല്ലേ? അമ്മമ്മയുടെ എനിക്കൊന്ന് പറയാനുള്ളൂ. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംസ്ഥാന സമ്മേളനം വല്ല മനസ്സിലായോ? ഇല്ല. ആ, എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും വേണ്ട പോണ്ട, നമുക്ക് കടലിൽ തിരയണിരിക്കാം. താനെന്താ ഫാൻസി ഡ്രസ് കളിക്കാ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തന്റെ ഈ മാതിരി വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല. ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം, അല്ലാതെ രണ്ടും കെട്ട് ജന്മാവരുത്. ഇവിടെ ഞങ്ങൾക്ക് അല്പം മാന്യത അന്തസ്സൊക്കെ ഉണ്ട്. അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത്. വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, ചട്ടയെ മുണ്ടോട്ട് നടക്കണു. വൃത്തികേട്ടാ. റോസിക്ക് എന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. റോസിക്ക് അറിയാമോ, അമ്മമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടം കൊണ്ടെടുത്ത് കൊടുത്തത്. ഭ്രാന്തുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ? അമ്മമ്മ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്കായി കരളിനെ ബാധിച്ചാൽ? അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ജോൺഫിയുടെ ഡ്രസ്സ് എടുത്തന്നെ ഫ്രണ്ടി പറഞ്ഞിട്ട് റോസ് എനിക്ക് തന്നോ? എന്നെ ഒരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു സിസ്റ്ററായിട്ട് കണ്ടൂടെ? അതെങ്ങനെയാ? ഞാനൊരു അനാഥയാണല്ലോ, ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്കാം. ഇനിയും എന്നെ കുത്തുവാക്ക് പറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും. നോക്കിക്കോ. ഇയാള് കരയണ്ട, ഇനി ഞാനൊന്നും പറയില്ല. ഒന്നുമില്ല, പറ്റിച്ചതാ. ഒന്ന് വേഗം വാ റോസി. ഇത് പിടിച്ചേ. ഈ പണ്ടാര ഏത് സമയത്ത് ഇങ്ങനെ ഉരുവിരി പോവാ? ഈ ജോൺഫിക്ക് എന്നെക്കാളും കൂടുതൽ ഹൗസിംഗ് ഉണ്ടായിരുന്നു. ഇത് പിടിച്ചിട്ട് വേഗം വന്നേ. ഈ പാന്റ് വെട്ടിത്തച്ചതിന്റെ ഭംഗി പോവും. ഞാൻ കുറച്ചുകൂടി തടി വെച്ചാലെന്ന് ആലോചിക്കാം. ഇന്ന് മുതൽ ശരിക്കും മട്ടൻ ചിക്കനൊക്കെ അടിച്ച് കയറ്റണ്ട്. ഈ മട്ടൻ കൂടുതൽ കഴിച്ചാൽ ബട്ടക്സ് കൂടുന്ന് പറഞ്ഞാൽ ശരിയാണോ റോസി? ഏതാടി ഈ കൂതി കുണിക്ക് പക്ഷി? നിന്റെ ഭർത്താവാ? ഞാൻ ഭർത്താവൊന്നുമല്ല, ബ്രദറാ. ബ്രദറോ? എന്റെ അറിവില് ഫ്രെഡിയും കടലിൽ പോയി ചത്ത ജോൺ ഫീം മാത്രമേ അവൾക്ക് ബ്രദേഴ്സ് ആയിട്ടുള്ളൂ. പിന്നെ നീ ഏതാ വേറൊരു ബ്രദർ? ഞാൻ വരുത്തം ബ്രദറാ. ആഹാ, ക്ലീറ്റസ് വഴിന്ന് മാറ്. മാറിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? നിന്റെ ഫ്രെഡി വിളിക്കോ? എന്നാ വിളിക്കടി. കേസ് ജയിച്ചെന്ന് കരുതി സമാധാനമായിട്ട് ആ റെസ്റ്റോറന്റ് നടത്താന്ന് നീ വിചാരിക്കണ്ട. എന്നാലും റോസിയുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. ആ ക്ലീറ്റസിന്റെ കാരണം പൊകഞ്ഞു പോയി. എന്നാലും കൃഷ്ണൻ ഒരു ആൺകുട്ടിയല്ലേ? അവര് പറഞ്ഞത് മുഴുവൻ മിണ്ടാതെ കേട്ട് നിന്നിട്ട് എന്റെ ഫ്രെഡിയും ചോൺഫിക്കായിരുന്നെങ്കിൽ കാണായിരുന്നു. സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു വന്നതാ. പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ തളർന്നു പോയി. റോസി, ആണുങ്ങളായ ഇത്രയ്ക്ക് പാവാൻ പാടില്ല. ഞാൻ അത്ര പാവമൊന്നുമല്ല. എടഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ. പിന്നെ എനിക്കൊരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട് റോസി. എന്ത്? ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ മോൻ കഴുകുന്നേ. അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ. ഇനി എന്തെങ്കിലും ഒരു ദിവസം അമാരന്റെ മുമ്പിൽ വരും, അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയേട്ടവന്മാര്. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനി മാനി. എന്റെ കൃഷ്ണ, ഈ വക ജോലിയൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. എന്റെ ജോൺഫിയാന്ന് എല്ലാരോടും പറഞ്ഞിട്ട് എന്നെ വെറുതെ നാറ്റിക്കല്ലേ. ഞങ്ങളുടെ ജോൺഫി ഇങ്ങനെ പെണ്ണുങ്ങളുടെ ജോലിയൊന്നും ചെയ്യാറില്ല. അവൻ നല്ല ഉശിരുള്ള ആൺകുട്ടിയായിരുന്നു. അവനവന്റെ മുച്ചടിക്കുന്നതിന് എന്തിനാ ഉശിര്? ദേ, ഇനിയെങ്കിലും നീ ആൺകുട്ടികളെ പോലെ നടക്കാൻ പഠിക്കും. പൗരുഷത്തോടെ ജീവിച്ചില്ല ഈ കണ്ടവരൊക്കെ വന്ന് മെക്കിട്ട് കയറും. എന്റെ പൗരുഷത്തിന് എന്തോ ഒരു കുറവ്. നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജയനല്ലേ? ആ ജയനെ ഞാൻ കാണിക്കാം, എന്നിട്ട് പറ എനിക്ക് പൗരുഷം ഉണ്ടോ ഇല്ലെന്ന്.
നീലടാ പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാതി ഷാജേ. ഛീ, ഇവനെ ഞാൻ ഇന്ന് നിങ്ങളവിടെ Am I right? Right. Am I right? Right. Am I right? പറ്റില്ല രാധ ചവിട്ടി ഞാൻ കണ്ടതാ. ചവിട്ടി നിന്റെ കച്ചന്മാരാ. അതെപ്പോഴും ഇങ്ങനെ ഒടുക്കത്തെ എന്നാ കളകുല. പിന്നെ ആദ്യം ഊതി പേത്തം കളിക്കാം. ഇനി എന്റെ കളിയാ. അയ്യടാ മാഷ് കളിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ കളിച്ചാ മതി. വലിയ ആളായി പോയി. ഡേറ്റു രാധേ രാധേ രാധയുടെ അച്ഛൻ വന്നു. ആ രാധ വന്നല്ല. വേഗം പാടി. വരികയല്ലേ? ഇവനെന്താടി ഇത്രയും വലുതായിട്ട് ഈ കോളേജിൽ തന്നെയാണാ? വലിയ നാണക്കാരനാ, വളർന്നിട്ട് നാണം മാറിയിട്ടില്ല. ഇവൻ ഏത് വെള്ളത്തിലാ കേറണത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ വള്ളത്തിലും കയറും, പക്ഷെ കരയിലിരിക്കുമ്പോഴാന്ന് മാത്രം. കടലിൽ പോണവന് പേടിയാ. പേടിയുണ്ടൊന്നുമല്ല, ഉപ്പുവെള്ളത്തിൽ ഇറങ്ങിയ എന്റെ ക്യൂട്ടസ് പോവും. എന്നാലും കരയിൽ നിന്ന് അവൻ കാശുണ്ടാക്കണ്ട് ഡാൻസ് പഠിപ്പിച്ചിട്ട്. 12 കുട്ടികളുണ്ട്. എന്താടി ഈ കേക്കണത്? തൊഴയും പങ്കായും എടുത്തു കൊടുക്കേണ്ട സമയം ഇവനെ തുള്ളാനാണ് വിട്ടത്. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഈ ചളിനെ ചവിട്ടിക്കൂട്ടി കടലിലെറിയാൻ. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. രാധേ, വെറുതെ അല്ലേ സാധനത്തിന് പിടിച്ച് ജയിലിട്ടത്. അവൻ വലിയ ദേഷ്യക്കാരനാ, നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ദേ, അച്ഛൻ മോനും വാങ്ങിച്ചോണ്ടോന്ന് പരിപ്പോടാ. കൊണ്ടുവന്ന ആളെ നിങ്ങടെ തിന്നാ മതി. പണിയെടുക്കുന്ന കാശിന് ഞാൻ അസൽ കാഡ്ബർസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. മുളക് തിന്ന് ചോര തൂറാനേ വേറെ ആളെ നോക്കിയാൽ മതി. മുണ്ടില്ലേ ഞാൻ. മാലു, നീ കണ്ണിക്കണ്ട ചെക്കന്മാരോട് വർത്താനം പറഞ്ഞിട്ട് വേഗം വരണണ്ടോ? മണ്ണെണ്ണ തീർന്നാ പിന്നെ വിളക്കത്തിലുണ്ടാവില്ല. നിനക്കെന്താടാ ഇന്ന് ഇത്ര ഗമ? ആ, ഇന്ന് ഇത്തിരി ഗമ കൂടുതലാ. നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്നെ കാണുമ്പോ കളിയാക്കൽ ഇത്തിരി കൂടുണ്ട് കേട്ടോ. ഒക്കെ പോവാലമാരാ വൃത്തിട്ടോമാര്. നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ആ, ചുട്ടു കൊടുക്കും ഞാൻ. മാലൂട്ടി വാടി. അതെ, ഒന്ന് കാണണോട്ടാ. ഇപ്പൊ കണ്ടില്ലേ? നീ കാണുമ്പോ കാണാ. കണ്ടിട്ടെന്തിനാ? പണ്ട് കാത് ഊത്തിയ പോലെ ഞാൻ മൂക്കുത്താനായിരിക്കും. ആ സാധനത്തിന് അധികം സ്നേഹിക്കാനും കൊള്ളില്ല, വെറുപ്പിക്കാനും കൊള്ളില്ല. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ദീപം 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 കിട്ടിയ കൊല്ലും ഞാൻ. ദീപം ദീപം കയ്യിൽ സന്ധ്യാദീപം. അയ്യടാ, സിനിമ പാട്ട് നേറി. ദീപം കാറ്റ് വന്ന് കിടത്തിയ പിന്നെ കത്തിക്കില്ലട്ടെ മുത്തശ്ശി. ഇന്നലെ ക്ലാവറിന്റെ ഒരു തീപ്പെട്ടി തീർന്നേ. മുത്തശ്ശി പറഞ്ഞ കേൾക്കണ കാറ്റും കടലും അല്ലേ? കാറ്റിനോട് പറയാൻ മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഈ തറ മാന്തി പൊളിക്കും. മുത്തശ്ശി രാത്രി വന്ന് പേടിക്കില്ലേ? എടാ, മുത്തശ്ശിയോട് കിന്നാരം പറഞ്ഞോണ്ടിരിക്കാണ്ട് ഇത്തിരി വെള്ളം കോരിയിട്ടെ. അയ്യടാ, തുണി അലക്കഴിഞ്ഞൊന്നും നടന്നു വൃത്തിയുള്ളൂ. ഇനി ഒരു വെള്ളം കോരല്. എനിക്കും വേണ്ട ഒരു റെസ്റ്റ്. എന്നെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അമ്മ തന്നെ ഈ പണിയൊക്കെ ചെയ്യണ്ടേ? തന്നെത്താൻ ചെയ്തങ്ങോട്ട് പടി. സരസു, സുമതി, നിങ്ങ വരണുണ്ടോ? പാവാട പൊക്കി പിടിക്കണ്ട, പാലത്തിന്റെ അടിയിലെ വെള്ളം. ഒറ്റ പിച്ചു വെച്ചാൽ നല്ലല്ലോ, മുട്ടി അവിടെ പോയി കിടക്കരുത്. വേഗം വാ. എടാ, ഈ രാത്രി നീ എവിടെ തുള്ളാൻ പോവാ? തൊറയിലാശന്റെ വീട്ടില് ഇത്തിരി നേരം സീരിയലുണ്ട്, കരയാനാ. ഓടി നിക്കടാ അവിടെ. എന്താ? ഞാനും വരുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ്സിൽ ജോസൂട്ടി ഒരു വാലടച്ചിരിക്കുക. ലീലാമ്മ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അവള് ഭർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചോളാം. ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ എങ്ങനെ ജീവിക്കൂടി? എടി സരളെ, നീ ഇന്ന് പൗണ്ടർ ഇട്ടില്ലേ? നല്ല മീന്റെ മണം ഉണ്ടല്ലോ. എന്തൊരു നാറ്റാ. എടി, കലാകാരികൾക്ക് വേണ്ടത് കലാവാസനയാണ്, അല്ലാണ്ട് മീൻ വാസനയല്ല. നിനക്ക് നല്ല മീനാറ്റുണ്ടല്ലോ. ഇങ്ങോട്ട് തിങ്ങിരിക്കും. സൈലൻസ്. എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെങ്കിലും ഒന്നും മിണ്ടാതിരിക്കോ? അകത്തൊരു പൂജ നടക്കുന്നറിയില്ലേ സാധനങ്ങളെ? പൂച്ചല്ല, പൂജ. ഇനി എല്ലാവരും ഇരുന്നു, എല്ലാവരും ഇരിക്കട്ടെ. ഇവിടെ മലയോടെ ഇരുന്നു. പട്ടുടുത്തു
जिनी